നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ട് പുട്ടിനും ചോറിനും ദോശയ്ക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ ചക്കക്കുരു വെച്ചിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആ മുകളിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ രണ്ടാക്കിയിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നാലാക്കി കട്ട് ചെയ്യണമെന്നെങ്കിൽ കട്ട് ചെയ്തെടുത്തോളൂ. പിന്നെ ഈ മുകളിലുള്ള ബ്രൗൺ കളർ തൊലി ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല. അതിൽ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഈ തൊലി. ഇനി നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞോളൂ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ചക്കക്കുരു എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേവിക്കണമെന്ന് നിർബന്ധമില്ല, ചെമ്പിലും വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കൂടുതൽ ടൈം എടുക്കുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് സ്റ്റൗവൊക്കെ കത്തിച്ചില്ലേ, ഇനി ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. ഇനി കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. കഷ്ടി അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ ഒരു സവാള മാത്രം മതി. ഒരു 6 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്. ഈ ഇഞ്ചിക്ക് നല്ല സ്മെല്ലാവും. പിന്നെ ഒരു 2 കഷ്ണം പട്ടയും ഒരു അര ടു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കുക. ഇത് ചില്ലി പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കി എടുക്കുന്നത്. മറ്റത് മുളകൊക്കെ വേവിച്ച് ബുദ്ധിമുട്ടല്ലേ, ഇതുപോലെ എളുപ്പത്തിൽ കുറച്ച് ചില്ലി പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നോൺ സ്റ്റിക്ക് അല്ലേ, അപ്പോൾ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ ചീനച്ചട്ടിയിലാണ് വറുത്തെടുക്കണതെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് നേരം വഴറ്റണ്ട, എന്നാലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ല ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പട്ട 2 കഷ്ണം ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പട്ട ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച കുരുമുളക് ഉണ്ടല്ലോ, ആ കുരുമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. മുളക് പൊടിയുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. മുളക് പൊടി കരിയാതെ നോക്കണം. ഇതുപോലൊന്ന് വറുത്തെടുക്കുക. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ച തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരുന്നു, പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അതാ നേരെ പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, ഒരു സവാള അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടൊന്നല്ല, കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നൈസായിട്ടോ കനത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണയും ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ കുറച്ച് എണ്ണ മതി. എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് വഴലണ്ട, ഇതുപോലെ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി, ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വേവിച്ച് വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ, ആ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലെ വെള്ളം
ഒഴിച്ചു കൊടുക്കേണ്ട. ചക്കക്കുരു കഷ്ണം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ, ആ തേങ്ങ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചില്ലി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ അതുകൊണ്ടല്ലേ ഒന്നുകൂടി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഈ ചില്ലി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചക്കക്കുരുവിൽ മസാലയൊക്കെ നേരെ പൊതിഞ്ഞിട്ട് നേരെ മിക്സ് ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചക്കക്കുരുവിൽ മസാലയൊക്കെ നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഞാൻ ആ ചക്കക്കുരു വേവിച്ച വെള്ളമാണ് അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ വെള്ളം അതിലാക്കിയിട്ട് മസാല പൂരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ചില്ലി പേസ്റ്റിലും കുറച്ച് ചില്ലി പേസ്റ്റ് ഇരിപ്പുണ്ട്, അതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കൊഴുത്ത ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയ പാലാണ്, കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയ പാലാണ്. ഈ പൊടി കലക്കിയ പാലിന് ചെറുതായിട്ടൊരു വേവുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 1-2 തിളപ്പിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് തേങ്ങയുടെ പാലാണെങ്കിൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ തിള വരുമ്പോൾ വാങ്ങാം. ഇത് പൊടി കലക്കിയ പാലാവുകൊണ്ട് ഞാനിതൊന്ന് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കറി എത്രമാത്രം തിക്നെസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചോളൂ. ഇത് ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ടെങ്കിൽ തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി കറി തിക്കാവും. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി ഒന്നുകൂടി തിക്കായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി കറി തിക്കാവുള്ളൂ. ഇത് ഞാൻ പുട്ടിനും ചോറിനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം കറി ലൂസാവണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഞാൻ അങ്ങനെ തണ്ടോടക്കനി ഒന്ന് ഊരിയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിലേക്ക് താളിച്ചൊഴിക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് താളിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും, ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. താളിച്ചൊഴിച്ചതും ഒരുപാടൊന്നും ഉണ്ടാവില്ല, താളിച്ചൊഴിച്ചതും അല്ലാത്തതും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. ഒരുപാട് മല്ലിയും ഗരം മസാലയൊന്നും ഇട്ടിട്ടുള്ള മസാലയുടെ കുത്തൊന്നുമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറിയാണ്. വളരെ എളുപ്പമാണ് ഇതിനെ ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.